ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ചാണ് കേട്ടോ. ഇതിൽ നിറയെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ വേനൽക്കാലത്തൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കുടിക്കാനായിട്ട്. കുറേയൊക്കെ താഴെ വീണ് പോയിട്ടുണ്ട്. ഈ ചൈനീസ് ഓറഞ്ച് എല്ലാ സീസണിലും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ലെമണിൻ്റെ എല്ലാ ജ്യൂസുകളും ഈ ചൈനീസ് ഓറഞ്ച് കൊണ്ട് നടക്കുന്നുണ്ട്. ബിരിയാണി പോലും ഞാൻ പിഴിയാനായിട്ട് ഈ ചൈനീസ് ഓറഞ്ച് എടുത്തു. അതുപോലെ സാലഡ് ഉണ്ടാക്കുമ്പോഴും നല്ലതാണ് കേട്ടോ. താഴെയുള്ള കമ്പുകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഓറഞ്ച്. നിലത്ത് മുട്ടി കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ വീട്ടിലില്ലാത്തവരൊക്കെ ഈ ഒരു ഓറഞ്ച് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് സാലഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കി നോക്കണം. അച്ചാറുണ്ടാക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. കുറച്ച് ഇരുട്ടി തുടങ്ങിയ കാരണം ശരിക്കും അങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായി തന്നെ ഉണ്ടാവും. ഇത് കുറച്ച് പഞ്ചസാര ഇട്ടോ അല്ലെങ്കിൽ ഉപ്പിട്ടോ ഒക്കെ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഇത് പിഴിഞ്ഞു കൊടുക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ്. ലെമണിൻ്റെ മിക്കവാറും എല്ലാ ഉപയോഗങ്ങളും ഇതുകൊണ്ട് നടക്കും കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഈ നാരങ്ങയാണ് പിഴിഞ്ഞ് ഒഴിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. നന്നായിരുന്നു. കുറച്ചൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ട്. പഴുത്തത് നമ്മൾ പറിച്ചില്ലെങ്കിൽ പിന്നെ അത് താഴേക്ക് പോകും. ഇനി ഇതിന്ന് പഴുത്തത് നോക്കി കുറച്ചെണ്ണം പറിച്ചെടുക്കണം. എന്നിട്ടൊന്ന് അച്ചാറിട്ട് നോക്കണം നല്ലതാണോ എന്ന്. എന്തായാലും ഇത് പച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ ഒരു തരത്തിലും പറ്റില്ല, അത്രയ്ക്ക് പുളിയേന്. ഇപ്പം നമ്മൾ ലെമണായാലും പച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ല. അതുപോലെ തന്നെയാണ് കേട്ടത്. ഇത് ഫ്രിഡ്ജിൽ നമ്മൾ പറിച്ച് വെച്ചിരുന്ന കുറേ ദിവസമൊക്കെ അങ്ങനെ ഇരുന്നോളും. അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോണതല്ല.
ഈ ചെറിയ തരം ഓറഞ്ച് വേണമെങ്കിലും നമുക്ക് ചട്ടികളിലും വെക്കാട്ടോ. ഒരേ ഒരു കാര്യം മാത്രം, ഇതിന് നല്ല വെയിൽ വേണ്ടി വരും. നാരകത്തിനൊക്കെ അങ്ങനെയാണല്ലോ, നല്ല വെയിലുണ്ടെങ്കിലാണ് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ വീട്ടിൽ ഇല്ലാത്തവരൊക്കെ ഒരെണ്ണം നട്ടു വെക്കണം കേട്ടോ. തടിയോട് ചേർന്നൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലെമണിന്റെ എല്ലാ ആവശ്യങ്ങളും ഈ ഒരു ചൈനീസ് ഓറഞ്ച് കൊണ്ട് നടക്കും കേട്ടോ. ഇനി ഒരു പരീക്ഷണം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ഇതുകൊണ്ട് ഒരു അച്ചാറൊന്നും ഉണ്ടാക്കി നോക്കണം. ചൈനീസ് ഓറഞ്ചും പിന്നെ കുറച്ച് ഡേറ്റ്സും കൂടെ ഇട്ടിട്ട് അച്ചാറുണ്ടാക്കി നോക്കണം. കുറച്ച് ഓറഞ്ച് ഇതിനകത്ത് നിന്ന് പറിച്ചെടുക്കാം കേട്ടോ. കുറെയൊക്കെ പഴുത്ത് താഴെ പോയിട്ടുണ്ട്. ഈ മരത്തില് ഭാഗ്യത്തിന് അങ്ങനെ മുള്ളുകളില്ല കേട്ടോ. നാരകം ആണെന്ന് പറഞ്ഞാൽ അധികം മുള്ളുകളില്ല. അതുകൊണ്ട് ഇങ്ങനെ പറിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. നല്ല ഓറഞ്ച് കിട്ടും. ഇതൊക്കെ കുറച്ച് മുകളിലാണ് കേട്ടോ, മുകളിൽ കിടക്കുന്നുണ്ട്. ഇതിലും വലിപ്പം അത് വെക്കാറുണ്ട്. ഇപ്പൊ ഇത് ഏതാണ്ട് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇത് മുകളിലൊക്കെ എടുക്കണ്ട, എനിക്ക് എത്തണില്ലേ അത് പറിക്കാൻ. താഴെ പോയി. നല്ല കാറ്റുണ്ടല്ലേ. പഴുത്തത് മാത്രം പറിച്ചെടുക്കാം. ഇത് ഒരു കൊലയിൽ തന്നെ 4 എണ്ണം കിടക്കണ്ട കേട്ടോ. ഇത്രയും മതിയില്ലേ ഈ പറിച്ചത്? ഇവിടെ ഒരു റെഡ്.
അപ്പൊ നമുക്ക് ഇത്രയധികം ഓറഞ്ച് കിട്ടിട്ടോ. ഇത് ഈ ഒരു മരത്തിൽ നിന്ന് മാത്രം പറിച്ചതാണേ. ഈ ഒരു മരം ഉള്ളൂ ഇവിടെ. പിന്നെ ഉള്ളത് വേറെ ഒരു ചെറിയ തൈയാണ്, അതിൽ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. അപ്പൊ വീട്ടിൽ ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ഒരു ചെടി നട്ട് വെക്കണം കേട്ടോ. വീട്ടിൽ നടാൻ പറ്റിയ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അതിന് നന്നായിട്ട് ജ്യൂസ് കിട്ടും. നമ്മൾ ലെമൺ പിഴിയുന്നേക്കാൾ ഈസി ആയിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഉപ്പിട്ടോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടോ ജ്യൂസ് കുടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഓറഞ്ച് മരത്തിന് ഇത് നട്ടിട്ട് ഏതാണ്ട് ഒരു 5 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇതിന് ഞങ്ങള് വളമൊന്നും ചെയ്തിട്ടില്ല. വളം ചെയ്യാത്തതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പരിസരത്ത് തന്നെയാണ് നമ്മുടെ കിണറ്. അപ്പൊ കിണറ്റിലേക്ക് വളത്തിന്റെ അംശങ്ങൾ ചെല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വളമൊന്നും ഇടാത്തത്. എങ്കിലും ഓറഞ്ച് മരം നന്നായി തന്നെ കായ്ക്കുന്നുണ്ട്. ഇതിനി കുറച്ച് പാകമാകാത്ത കുറെ ഓറഞ്ചുകളും കൂടെ കിടക്കുന്നുണ്ട്. ഇത് വർഷത്തില് മിക്കവാറും സമയം തന്നെ ഈ ഓറഞ്ച് ഉണ്ടാവുന്നുണ്ട്.